PSC മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചോദ്യം 1 + 2 = 31. അതായത് 1 + 2 = 31. 2 + 3 = 51. 2 + 3 = 51. 3 + 4 = 71. 3 + 4 = 71 ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ 4 + 5 = എത്രയാകും? 4 + 5 = എത്രയാകും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കറിയാം, ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ടാവും. 81, 91, 61, 41. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്, ഏത് രീതിയിലാണ് ഇത് നമ്മൾക്ക് സോൾവ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചോദ്യം കണ്ട ഉടനെ ചില ആളുകൾക്കൊക്കെ പെട്ടെന്ന് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഊഹിച്ച് കണ്ടുപിടിക്കാനും ഇത് ഈസിയാണ്, എന്നാൽ സോൾവ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാം. 1 + 2 = 3. നമുക്കറിയാലോ, 1 × 2 = 3 ആണെന്ന് മനസ്സിലായി. ഇനി ഇതിന്റെ ശേഷം വന്നിരിക്കുന്ന സംഖ്യ ഏതാണ്? 2-ൽ നിന്നും 1 കുറച്ചാൽ കിട്ടുന്നതാണ് ശേഷം വന്നിരിക്കുന്നത്. അതുപോലെ നോക്കൂ, 2 + 3 5. 3-ൽ നിന്നും 2 കുറച്ചാൽ 1. 3 + 4 = 7. 7-ൽ നിന്ന് 4-ൽ നിന്ന് 3 കുറച്ചാൽ 1. 4 + 5 = 2. അപ്പോൾ എത്രയായിരിക്കും? നമുക്ക് ഉത്തരം വേഗം എഴുതാം. 4 + 5 = 9. 9. 4 + 5 = 9. ഇനിയോ, 5-ൽ നിന്നും 4 പോയാൽ എത്രയാണ്? 1. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആൻസർ കണ്ടെത്തേണ്ടത്. ഊഹിച്ച് കണ്ടെത്താനും പറ്റും, എന്നാൽ കുറച്ചുകൂടെ നമ്മൾക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കി, ഇതിന്റെ മെത്തേഡ് തന്നെ നോക്കി, ആദ്യത്തെ ഓപ്ഷനുകൾ അല്ലെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിൽ ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കി അതേപോലെ ഉള്ള ഉത്തരം ഇതിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഉത്തരം 91 ആണ്.